പ്രിയപ്പെട്ടവരെ, കേരള സർക്കാർ പൊന്നാനി ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ മിനി മാരത്തോൺ കൂട്ടയോട്ട മത്സരമാണ് നിങ്ങൾ ഈ വ്ലോഗിലൂടെ കാണാൻ പോകുന്നത്. 2026 ഏറ്റവും മികച്ച ഏറ്റവും വേഗതയാർന്ന ദീർഘദൂര ഓട്ടക്കാരൻ ആര് എന്ന് മനസ്സിലാക്കാനുള്ള തിരിച്ചറിയാനുള്ള നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി. എല്ലാ മാരത്തോണിൽ എന്നതുപോലെ വിസിലടിച്ച പാട് കേട്ട പാതി കേൾക്കാത്ത പാതി ആദ്യം പാഞ്ഞ ആൾക്കാരൊക്കെ കറക്റ്റ് 1 കിലോമീറ്റർ കഴിഞ്ഞ് നോക്കുമ്പോൾ ഏറ്റവും ബാക്കിലായി, ഏറ്റവും ബാക്കിലുള്ളവർ ഏറ്റവും ഫ്രണ്ടിലുമായി. നമ്മൾ ആശാനാണെങ്കിൽ എല്ലാ ബേക്കിലുള്ള ഓടുന്നവർക്കും വെള്ളം കൊണ്ട് ബേക്കിൽ ഓടുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ക്യാഷ് പ്രൈസ് 3000, 2000, 1000 ഉള്ളൂ. പക്ഷെ അതിൽ പങ്കെടുക്കാൻ അങ്ങ് പെരിന്തൽമണ്ണയിൽ നിന്നും കോഴിക്കോട് നിന്നും വയനാട് നിന്നൊക്കെ താരങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ യാസ്പോ പുറോക്കരയുടെ ഒരു പറ്റം താരങ്ങളും എടപ്പാളും പൊന്നാനിയിൽ നിന്ന് കുറച്ച് അധികം താരങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യത്തെ മാരത്തോൺ എല്ലാ സംവിധാനം ഉണ്ടായിരുന്നു കേട്ടോ. 2 ആംബുലൻസ്, തഹസിൽദാറിൻ്റെ വണ്ടി, മെഡിക്കൽ ടീം തുടങ്ങി A to Z സംവിധാനങ്ങളായിട്ടാണ് കേട്ടോ ഇപ്രാവശ്യം മാരത്തോൺ സംഘടിപ്പിച്ച്. ആരൊക്കെ വന്നാലും പോയാലും ആശാന്റെ തട്ട് താണിരിക്കുമെന്ന് പറഞ്ഞതുപോലെ മത്സരം ഫിനിഷ് ചെയ്തപ്പോൾ ഫസ്റ്റ്, സെക്കൻഡും തേർഡും പൊന്നാനി സ്പോർട്സ് അസോസിയേഷൻ തന്നെ അടിച്ചിട്ടാ. അതെങ്ങനെ അടിക്കാണ്ടിരിക്കും? 20 വർഷങ്ങൾക്ക് മുന്നേ എടപ്പാളെന്ന് പൊന്നാനിന്ന് വർഷത്തിലൊരിക്കൽ മാരത്തോൺ സംഘടിപ്പിച്ചാൽ ഒന്നാം സ്ഥാനത്തിന് വെല്ലുവിളി ഉണ്ടായിരുന്നില്ലല്ലോ. അന്നും ഇന്നും ഫസ്റ്റ് നേടിയ സുൽഫിക്കറിൻ്റെ ശിഷ്യന്മാരല്ലേ പിന്നിലോടുന്നു. അങ്ങനെ വാശിയേറിയ 2026 മാരത്തോൺ കൂട്ടയോട്ട മത്സരം അവസാനിച്ച് ഇതിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് 1, 2, 3 സ്ഥാനക്കാർക്ക് ബിയ്യങ്കാല വള്ളംകളിക്ക് ആ വേദിയിൽ വെച്ച് കൊടുക്കുകയും പിന്നീട് ഫിനിഷ് ചെയ്ത എല്ലാവർക്കും, മത്സരത്തിൽ പങ്കെടുത്ത് ഫിനിഷ് ചെയ്ത എല്ലാവർക്കും ക്യാഷ് പ്രൈസും കൊടുത്തിട്ടാണ്. അത് നമ്മൾ പ്രശംസിക്കേണ്ട കാര്യമാണ്. ഓൺ ദ സ്പോട്ടിൽ തന്നെ കൊടുത്തിട്ട് വരും കാല തലമുറയിലെ ലഹരിയിൽ നിന്ന് വിഭിന്നമായിക്കൊണ്ട് കായിക മേഖലയിൽ കുട്ടികളെ ഉറച്ച പാതയിൽ മുന്നോട്ട് നയിക്കാൻ കാണിക്കുന്ന ഈ സേവനം, ഈ ആത്മാർത്ഥത തുടർന്നുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതിലെനിക്ക് എടുത്തു പറയാൻ തോന്നിയൊരു കാര്യം നമ്മുടെ അയ്യൂബക്കാൻ്റെ സേവനം കേട്ടോ. ഞാൻ ഓർമ്മയൊക്കെ വെച്ച കാലം മുതലേ അയ്യൂബക്ക സ്പോർട്സ് രംഗത്തുണ്ട്. അത് കേരളോത്സവം ആണെങ്കിലും എന്ത് കായിക പരിപാടിയാണെങ്കിലും MS കോളേജ് ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ചാൽ അവിടെ അയ്യൂബക്ക ഉണ്ടാവും. അപ്പം അന്ന് കണ്ടു വളർന്ന മുഖം ഇന്നും അദ്ദേഹം സ്പോർട്സിന് എത്രമാത്രം നെഞ്ചിലേറ്റുന്നതിന് ഉദാഹരണമാണ്.